തുടർച്ചയായ രണ്ടാം T20 ലോകകപ്പ് കിരീടമാണ് ടീം ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. തുടർച്ചയായ മൂന്നാം മത്സരത്തിലും വെടിക്കെട്ട് നടത്തിയ സഞ്ജു സാംസൺ 46 പന്തിൽ 8 സിക്സറുകളും 5 ഫോറും സഹിതം 89 റൺസാണ് ഫൈനലിൽ നേടിയത്. അഭിഷേക് ശർമ്മ ഒരു വശത്ത് മികച്ച രീതിയിൽ തിരിച്ചെത്തിയപ്പോൾ സഞ്ജുവും അഭിഷേകും ചേർന്ന് പവർ പ്ലേയിൽ ചരിത്ര റെക്കോർഡ് തന്നെയാണ് ടീം ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ചത്. 92 റൺസാണ് പവർ പ്ലേയിൽ ടീം ഇന്ത്യ അടിച്ചുകൂട്ടിയത്. ഇഷൻ കിഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്കോർ ബോർഡ് ചലിപ്പിച്ചത് സഞ്ജു ആയിരുന്നു. ഫിയർലെസ് ഷോട്ടുകളുമായി സഞ്ജു കളനിറഞ്ഞപ്പോൾ തുടർച്ചയായ മൂന്നാം ഹാഫ് സെഞ്ചുറിയാണ് ഇന്ന് സഞ്ജു നേടിയെടുത്തത്. ഹാഫ് സെഞ്ചുറിക്ക് ശേഷം വീണ്ടും ഷോട്ടുകളുമായി സഞ്ജു കളനിറഞ്ഞപ്പോൾ ഇന്ത്യയുടെ സ്കോർ അതിവേഗം 200ലേക്കാണ് കടന്നത്. ശ്രദ്ധയോടുകൂടി തന്നെ കളിച്ച സഞ്ജു ഇന്ത്യൻ സ്കോർ ഇന്ന് 200 കടത്തുന്നതിൽ വലിയ പങ്ക് തന്നെയാണ് വഹിച്ചത്. കാരണം സഞ്ജുവിന്റെ വിക്കറ്റ് വീണതിന് ശേഷം പിന്നീട് വന്ന എല്ലാ ബാറ്റർമാരും ശരിക്കും വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഹർദിക് പാണ്ഡ്യയുമെല്ലാം റൺസ് കണ്ടെത്താനായി നന്നേ വിഷമിച്ചിരുന്നു. ഈ സിറ്റുവേഷനിലാണ് സഞ്ജു സാംസൺ തന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലൂടെ സെഞ്ചുറിക്ക് സമാനമായ ഒരു ഇന്നിംഗ്സിൽ ഇന്ത്യൻ സ്കോറിന് 200 കടത്തിയത്. 89 എത്തി നിൽക്കെ തന്റെ വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ ഉപരി ടീം സ്കോറിന് പ്രാതിനിധ്യം നൽകിയ സഞ്ജു ഷോട്ടിന് ശ്രമിക്കുകയാണ് പുറത്തായത്. സഞ്ജുവിന്റെ ഇന്നിംഗ്സിന് അഭിനന്ദനവുമായി നിരവധി ഇന്ത്യൻ താരങ്ങൾ രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ മുൻ നായകൻ രോഹിത് ശർമ്മയും MS ധോണിയും ഉൾപ്പെടെ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം. സഞ്ജുവിന്റെ ബാറ്റിംഗിനെ പ്രശംസിച്ചുകൊണ്ട് ഇന്ത്യൻ മുൻ നായകൻ MS ധോണി രംഗത്തെത്തിയിരുന്നു. തീർച്ചയായിട്ടും സഞ്ജുവിന്റെ ഫിയർലെസ് ഷോട്ടുകൾക്ക് താൻ ഫാനായി മാറിയിരിക്കുന്നു എന്നാണ് ധോണി പറഞ്ഞത്. അതേസമയം ധോണിയുടെ അതേ സ്കിൽ സെറ്റുമായി തന്നെയാണ് സഞ്ജുവും ഇപ്പോൾ കളം നിറയുന്നത്. ബാറ്റിംഗിലും അതേപോലെ വിക്കറ്റ് കീപ്പിംഗിലും തീർച്ചയായിട്ടും സഞ്ജു ധോണിയുടെ പകരക്കാരനായി തന്നെയാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ കാണുന്നത്.